നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രെയിനിന്റെ മുകളിൽ കയറി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അദ്വൈതാണ് മരിച്ചത്. ട്രെയിനിന്റെ മുകളിലൂടെ പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. കർഷകർക്ക് ദുരിതമായി തെങ്ങുകൾക്ക് വ്യാപകമായ കീടബാധകൾ. കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലാണ് കൂടുതലായും തെങ്ങുകൾ കീടബാധയേറ്റ് നശിച്ചത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ. പടയണിക്കാഴ്ചകളിലേക്ക് മിഴി തുറന്ന് നീലംപേരൂർ ഗ്രാമം. നീലംപേരൂർ പൂരം പടയണിക്കുള്ള അന്നങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ മാസം 21 രാത്രി 12:30 വല്യന്നത്തിന്റെ എഴുന്നള്ളത്ത്. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറിയ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അദ്വൈതാണ് മരിച്ചത്. എറണാകുളം ജില്ലയിലെ കുമ്പളം ശ്രീനിലയത്തിൽ രതീഷ് കുമാറിന്റെ മകൻ അദ്വൈത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ ക്ലാസ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടുകാരുമായി വരുന്ന വഴി 4ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരുന്ന പെട്രോൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലൂടെ പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റെയിൽവേ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് താഴെ വീണത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയത്. കാർഷിക മേഖലയിൽ കർഷകർക്ക് ദുരിതമായി തെങ്ങുകൾക്ക് വ്യാപകമായ കീടബാധകൾ. കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലാണ് കൂടുതലായും തെങ്ങുകൾ കീടബാധയേറ്റ് ഇതിനോടകം നശിച്ചിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ. മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം കുരുമുളക് കർഷകർ ദുരിതത്തിലായതിനു പിന്നാലെ തെങ്ങ് കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിരിക്കുന്നത്. മഞ്ഞളിപ്പ് രോഗത്തോടൊപ്പം കൂമ്പുചീയലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തെങ്ങ് കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ്. കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി, മരിയാപുരം, വാത്തിക്കുടി, വാഴത്തോപ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തെങ്ങ് മഞ്ഞളിപ്പ് രോഗം കൊണ്ട് നശിക്കുകയാണ്. നമുക്കറിയാം, കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി കൃഷിഭവനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും കേര സംഘടനകളോ ആരും ഇടപെടുന്നില്ല. തേങ്ങയ്ക്ക് വില വർദ്ധിച്ചു, വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു, പക്ഷേ ഹൈറേഞ്ചിലെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. അടിയന്തരമായി ഇതിനൊരു സത്വര പരിഹാരമുണ്ടാകണം. നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. കൃഷിഭവനിലെ വെറുതെ വേസ്റ്റ് ആകുന്ന വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ആ സ്ഥിതിക്ക് മാറ്റം വരുത്തണം. 20 വർഷം വരെ പ്രായമായത് മുതൽ അടുത്തിടെ നട്ടതുൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗം മൂലവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങുകൾ നശിക്കുന്ന കർഷകർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാളികേരങ്ങൾക്കുൾപ്പെടെ വലിയ തോതിൽ കീടനാശിനിയുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നാളികേരം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ കീടബാധ. ഈ സാഹചര്യത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്നും നാളികേര കൃഷിയും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല. ദൃശ്യ ന്യൂസ്, ഇടുക്കി. പടയണിക്കാഴ്ചകളിലേക്ക് മിഴി തുറന്ന് നീലംപേരൂർ ഗ്രാമം. നീലംപേരൂർ പൂരം പടയണിക്കുള്ള അന്നങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മാസം 21 രാത്രി 12:30 വല്യന്നത്തിൻ്റെ എഴുന്നള്ളത്ത്. അഴകുവിടർത്തുന്ന നീലംപേരൂർ പൂരം പടയണിയിൽ ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നതാണ് അന്നങ്ങൾ. തടികൊണ്ടുള്ള ചട്ടക്കൂട്ടിൽ വാഴക്കച്ചിയും താമരയിലയും പൊതിയും. അതിനുശേഷം വാഴപ്പോളയും ചെത്തിപ്പൂക്കളും കൊണ്ട് അലങ്കരിക്കുമ്പോഴാണ് അന്നം പൂർത്തിയാകുന്നത്. പടയണിയുടെ ആവേശക്കാഴ്ചയായ പുത്തൻ അന്നങ്ങളുടെ നിർമ്മാണം ക്ഷേത്ര പരിസരത്ത് പുരോഗമിക്കുകയാണ്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ മാത്രമാണ് പടയണിക്കോലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. തടിപ്പണികൾ പൂർത്തിയാക്കി ഇവ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു. ഇതിന്റെ വരച്ചിൽ ജോലികളും ക്ഷേത്ര പരിസരത്ത് തുടങ്ങിയിട്ടുണ്ട്. അന്നങ്ങളുടെ വരച്ചിലിനായുള്ള കമുകിൻ തടിയും വാഴക്കച്ചിയും ആരുടെയും നിർദ്ദേശമില്ലാതെ നീലംപേരൂർ നിവാസികൾ ക്ഷേത്ര മൈതാനത്ത് എത്തിക്കും. പൂരം പടയണി ദിവസം നേർച്ചയായാണ് പുത്തൻ അന്നങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തുന്നത്. സന്താന സൗഭാഗ്യം, ജോലി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കാര്യസാധ്യത്തിനും നന്ദി സൂചകമായുമാണ് വിശ്വാസികൾ പുത്തൻ അന്നങ്ങളെ ക്ഷേത്രനടയിൽ കാഴ്ചവെക്കുന്നത്. ഇത്തവണ 9.25 കോൽ ഉയരമുള്ള പുത്തൻ അന്നമാണ് പടയണിയുടെ ആവേശം. വിദേശത്തുള്ളവരും അന്യദേശങ്ങളിലുള്ളവരും പടയണിക്കളത്തിലെ ജോലികളിൽ ഏർപ്പെടുവാൻ
അവധിയെടുത്ത് നാട്ടിലെത്തിയിട്ടുണ്ട്. 50 ചെറിയ അന്നങ്ങളാണ് വഴിപാടായി എത്തിയിട്ടുള്ളത്. വില്യാടത്ത് രാജശേഖരൻ, താഴത്തുപള്ളിയിൽ കാർത്തികേയൻ, അനീഷ് കാർത്തികേയൻ, അജയ് നീലംപേരൂർ, മധുസൂദനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര പരിസരത്ത് അന്നങ്ങളുടെയും കോലങ്ങളുടെയും പണികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സംരംഭക കൺവെൻഷൻ ആതിരപ്പള്ളിയിൽ നടന്നു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം ആളുകളും കേബിൾ ടി വി ഓപ്പറേറ്റർ എന്നുള്ള ഇമേജിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങളുടെ മക്കൾ ഇന്ന് നിങ്ങളോളം എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നാളെ അവർ വിവാഹം കഴിക്കും, കൊച്ചുമക്കളാവും. അങ്ങനെയൊക്കെ ആ കുടുംബവും പാരമ്പര്യവും മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ അച്ഛൻ ആരായിരുന്നു, എൻ്റെ മുത്തച്ഛൻ ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് പറയാൻ നമ്മൾക്ക് ഇന്ന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു ബ്രാൻഡുണ്ട്. ഞാൻ പൂഞ്ഞാർ, ഈ കേരള സംസ്ഥാനത്തെ ഏതാണ്ട് 900ഓളം പഞ്ചായത്തുകളിലെ ഒരു ഗ്രാമപഞ്ചായത്തായ പൂഞ്ഞാർ പഞ്ചായത്തിൽ കേബിൾ ടി വി നടത്തിയിരുന്ന ആൾ എന്നുള്ളതല്ല എൻ്റെ തലമുറയും തലമുറകളും നാളെ പറയുന്നത്. അത് പറയുന്നത് എൻ്റെ അച്ഛൻ ഈ രാജ്യത്തെ കേബിൾ ടി വി മേഖലകളെ ഒന്നിപ്പിച്ച് അതിനെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ നേതൃത്വം നൽകിയ സംഘടനയുടെ അധ്യക്ഷനായിരുന്നു എന്ന് എൻ്റെ മകൻ എൻ്റെ കൊച്ചുമകനോട് പറയുന്നിടത്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ വ്യക്തിത്വം ഞാൻ ഈ സമൂഹത്തിന് മുമ്പിൽ, എൻ്റെ കുടുംബത്തിന് മുമ്പിൽ തെളിയിക്കുന്നു. കൺവെൻഷനിൽ KCCDL ചെയർമാൻ PSCB അധ്യക്ഷത വഹിച്ചു. KCCDL ദൃശ്യ വാർഷിക റിപ്പോർട്ട് MD മുഹമ്മദ് നവാസ് അവതരിപ്പിച്ചു. ടൂറിസം പ്രോജക്റ്റ് കമ്പനി MD റെജി B അവതരിപ്പിച്ചു. സോളാർ പ്രോജക്റ്റ് അനീഷൻ അവതരിപ്പിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് ബിജുകുമാർ KB, OV വർഗീസ്, ബിനു V കല്ലേപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 11 അംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു. ചെയർമാനായി PSCBയെയും MDയായി ജോജി K ജേക്കബിനെയും തെരഞ്ഞെടുത്തു. B റെജി, മുഹമ്മദ് നവാസ്, OV വർഗീസ്, ബിനു V കല്ലേപ്പള്ളി, അനീഷ് PK, ബിജു ജോസഫ്, അനീഷൻ, ജോർജ് വർഗീസ്, ഡോൺ സിറിയക് എന്നിവരെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ഭാവി പരിപാടികളായി ജില്ലയിലും സമീപ ജില്ലകളിലുമായി കൺവെൻഷൻ സെൻ്ററുകളും കൺസ്യൂമർ സ്റ്റോറുകളും തുടങ്ങുവാൻ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. രോഗി സന്ദർശനത്തിൽ അടിമുടി മാറ്റവുമായി കോട്ടയം മെഡിക്കൽ കോളേജ്. ആശുപത്രിയിൽ പാസ് നൽകുന്ന കൗണ്ടറിൽ കമ്പ്യൂട്ടർവൽക്കരണം നടത്തി. രോഗി സന്ദർശകർക്കായിട്ടുള്ള പുതിയ ക്രമീകരണം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇനി മുതൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികളെ കാണാൻ പാസ് എടുക്കാൻ ക്യൂവിൽ നിൽക്കുന്ന സന്ദർശകർക്ക് രോഗിയുടെ പേര്, വാർഡ്, IP നമ്പർ, ഫോൺ നമ്പർ എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം. പാസ് നൽകുന്ന കൗണ്ടറിൽ സന്ദർശകരോട് രോഗിയെ സംബന്ധിച്ചുള്ള ഈ വിവരങ്ങൾ തിരക്കി രേഖപ്പെടുത്തിയതിനു ശേഷമേ പാസ് നൽകുകയുള്ളൂ. ഒരാൾക്ക് 3 പാസ് മാത്രമേ അനുവദിക്കൂ. 10 രൂപയാണ് പാസ് നിരക്ക്. ഒരു രോഗിയുടെ പേരിൽ 3 സന്ദർശകർ വാർഡിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ആ രോഗിയെ കാണാൻ വരുന്ന മറ്റു സന്ദർശകർക്ക് പാസ് നൽകുകയുള്ളൂ. ഉച്ചയ്ക്ക് 1:30 മുതൽ പാസ് നൽകി തുടങ്ങും. എന്നാൽ രോഗിയുടെ പേരും വാർഡും മാത്രമേ ഒട്ടുമിക്ക സന്ദർശകർക്ക് അറിയാൻ കഴിയൂ. IP നമ്പറോ ഫോൺ നമ്പറോ മറ്റും അറിയാൻ സാധിക്കില്ല. എന്നാൽ ഇത്തരക്കാർക്ക് പാസ് നൽകില്ലെന്ന വ്യവസ്ഥ കൗണ്ടറിൽ ഇരിക്കുന്നവരും സന്ദർശകരും തമ്മിൽ വലിയ തർക്കത്തിനിടവരുത്തും. ഇന്നലെയും ഇതിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നയതന്ത്ര തലത്തിലും രാഷ്ട്രീയത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു മുൻ രാഷ്ട്രപതി KR നാരായണൻ എന്ന് അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ് സെക്രട്ടറിയും UAE മുൻ ഇന്ത്യൻ സ്ഥാനപതിയുമായ TP സീതാറാം. CMS കോളേജ് ചരിത്ര വിഭാഗത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന KR നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുപ്പുകളിൽ സാധാരണക്കാരോടൊപ്പം ക്യൂ നിന്ന് വോട്ട് ചെയ്ത അദ്ദേഹത്തെ സിറ്റിസൺസ് പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭരണഘടനയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡന്റ് എന്നും വിശേഷിപ്പിക്കുന്നു. താൻ എടുക്കുന്ന തീരുമാനങ്ങളെ പൊതുസമൂഹത്തിന് മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കുന്ന അപൂർവം രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു KR നാരായണൻ എന്ന് അദ്ദേഹം ഓർമ്മിച്ചു. 70കളിൽ നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇന്ത്യ ചൈന ബന്ധം
മെച്ചപ്പെടുത്തുവാൻ അദ്ദേഹം ഏറെ ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഞ്ജു ശോഷൻ ജോർജ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ റീനു ജേക്കബ്, ബാർസർ റവറന്റ് ഡോക്ടർ ഷിജു ജോൺ സാമുവൽ, ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സുമി മേരി തോമസ്, പ്രൊഫസർ രാധിക ജി, പൊളിറ്റിക്സ് വകുപ്പ് മേധാവി പ്രൊഫസർ അശോക് അലക്സ് ലൂക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. The world has taken different directions. Thought process have changed. Behavior of people have changed. And we are today in an uncertain world which will produce uncertain history in the future. Later in 96, a year before Sri Narayanan became president, he came across a book by Samuel Huntington called The Clash of Civilizations. He suggested that in future, wars will not be based on geographical entities or ideology. For someone like us, who had challenges, who faced difficulties, but still who chose to dream big and not just dream, make it possible. I'm sure his journey was not easy. And I'm sure his journey was because of the choices he made. Every time we remember this person, Dr. K.R. Narayanan, let him help us dream. Let him help us achieve our dream. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന ബലക്ഷയമുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ നഗരസഭാ ഓഫീസ് അടക്കം ചങ്ങനാശ്ശേരി നഗരസഭയിൽ നിന്നും 4 കെട്ടിടങ്ങൾ. ഈ 4 കെട്ടിടങ്ങളും നിലവിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും പട്ടികയിൽ പറയുന്നു. നവീകരണത്തിന് ശേഷം കെട്ടിടങ്ങൾ ഉപയോഗിക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. നഗരസഭാ ഓഫീസ്, വണ്ടിപ്പേട്ടയിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, പെരുന്നയിലെ EMS ഹാൾ, പെരുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവയാണ് ബലക്ഷയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിലേക്ക് സമർപ്പിച്ച പട്ടികയാണിത്. ഈ 4 കെട്ടിടങ്ങളും നിലവിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും പട്ടികയിൽ പറയുന്നു. നവീകരണത്തിന് ശേഷം കെട്ടിടങ്ങൾ ഉപയോഗിക്കാമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭാ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന വിവരം മുൻപ് പുറത്തു വന്നിരുന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത ബലക്ഷയമുള്ള ഓഫീസിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതിയ കൗൺസിൽ ഹാൾ നിർമ്മിച്ചതും ഏറെ വിവാദമായിരുന്നു. പല ഭാഗത്തെയും കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇളകി ഇരുമ്പ് കമ്പി പുറത്തു വന്ന നിലയിലാണ്. ഓഫീസുകൾക്കുള്ളിൽ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നതും പതിവാണ്. ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ അടക്കം ഒട്ടേറെ ആളുകൾ എത്തുന്ന നഗരസഭാ ഓഫീസാണ് അപകട ഭീഷണിയിലുള്ളത്. 2 നിലകളിലായി പ്രവർത്തിക്കുന്ന വണ്ടിപ്പേട്ടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏതു സമയവും നിലംപൊത്താം. കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുകയാണ്. കെട്ടിടം ചോർന്നൊലിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെരുന്നയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നവീകരണമില്ലാതെ കിടക്കുകയാണ്. മുറിയിലെ കോൺക്രീറ്റുകൾ ഇളകിപ്പോയി. ശോച്യാവസ്ഥയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. പുതിയ വാടക കെട്ടിടം അന്വേഷിക്കുകയാണ് അധികൃതർ. പെരുന്ന ബസ് സ്റ്റാൻഡിലെ EMS ഹാളും കൃത്യമായ നവീകരണവും പരിപാലനവുമില്ലാതെയാണ് ശോച്യാവസ്ഥയിലായത്. സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമില്ലാത്ത ബസ് സ്റ്റാൻഡിൽ ഹാൾ നിർമ്മിച്ചതും വിവാദമായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി പായിപ്പാട് YMA ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ചടങ്ങിൽ ആദ്യകാല ട്യൂട്ടോറിയൽ അധ്യാപകൻ 101 നിറവിലെത്തിയ C. ശാമുവലിനെ ആദരിച്ചു. കലാകായിക മത്സരങ്ങളോടെയാണ് പായിപ്പാട് YMA ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ആരംഭിച്ചത്. തുടർന്ന് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനു ജോബ് ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്ത് നമ്മൾ സ്കൂളുകൾ പഠിപ്പിക്കുന്ന ആ പാഠങ്ങളും പുസ്തകങ്ങളും മാത്രം വായിച്ച് മാത്രം പഠിച്ചു വന്ന ഒരു കാലഘട്ടം മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്ന, ഒരു നൂറ്റാണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് മാറിയിട്ട് പലവിധ കാര്യങ്ങൾ വെളിയിൽ നിന്ന് നമുക്കറിയാൻ പല കാര്യങ്ങൾ ഗ്രന്ഥശാലയിലെത്തിക്കും. ആ അറിവ്
ലോകോത്തരം മുഴുവനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഗ്രന്ഥശാല, OMA ഗ്രന്ഥശാല ഇങ്ങനെ നാടിന് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് ഉയർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പല പല ആഘോഷങ്ങൾ ആഘോഷിക്കുന്നില്ല. ആഘോഷം എന്ന് പറയുന്നത് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് ഇസ്മയിൽ പാറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ആദ്യകാല ട്യൂട്ടോറിയൽ അധ്യാപകൻ 101 നിറവിലെത്തിയ C. ശാമുവലിനെ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി CP ഷറഫുദ്ദീൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ആർമി സ്കൂളുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും 1965 മുതൽ പായിപ്പാട് കവലയിൽ ജയ് ട്യൂട്ടോറിയൽ എന്ന സ്ഥാപനം ആരംഭിച്ച് സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് C. ശാമുവൽ. ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും ചിത്രകാരനുമാണ് അദ്ദേഹം. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് KA അഷറഫ് കുട്ടി നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുബാഷ് മുഹമ്മദ് ഇസ്മയിൽ, TK കരുണാകരൻ, ഗ്രന്ഥശാല വനിതാവേദി പ്രസിഡന്റ് സുശീല ലൂയിസ്, കൺവീനർ ആനി M. ജോസഫ്, ജനറൽ കൺവീനർ റമീസ് നൌഷാദ്, കമ്മിറ്റി അംഗങ്ങളായ PJ ജോസഫ്, ജോജി M. ജോസഫ്, TA ഷാജഹാൻ, ഷാമില PH, പ്രസന്ന TP, ശ്രീദേവി R, ഷഹീൻ മുഹമ്മദ് പാറയ്ക്കൽ, മിലൻ PS, ലൈബ്രറിയൻ ഉഷാകുമാരി, ഗ്രന്ഥശാല സെക്രട്ടറി MT ഋഷികുമാർ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് വിരുത്തിയിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളോടെ ചടങ്ങുകൾ അവസാനിച്ചു. പാട്ടിൻ ബീജികളില്ല പൊന്നല്ലിൻ ഗന്ധമൂറും നീ ചൊല്ലും കഥകൾ കേട്ട നെഞ്ചാകെ ഓർമ്മ പൂക്കും ഇണയത്തെ ഉള്ളുവ ഗീതം ഉയരും നിൻ പാട്ടിനൊപ്പം മണ്ണിൻ മണമീണമാക്കും മലയാളത്തമ്മേ ഓണവിൽ നാദം കേൾക്കൂ ഓമന കിളിയമ്മേ. പൂന്തന്നലെ നീ പറന്ന് പറന്ന് പറന്നു വാ, പൂവാടികൾ നീ തുറന്ന് തുറന്ന് തുറന്നു താ. അഴകാമൊരുങ്ങി വന്ന നട്ടം കസുര പലതരക്കും തുള്ളട്ടം. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പാലാ ഇടനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവരങ്ങ് സമർപ്പണം നടന്നു. മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി തിരുവരങ്ങ് സമർപ്പണവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഭൗതികം ആധ്യാത്മികം ഈ രണ്ട് തരത്തിലുമുള്ള അഭിവൃദ്ധി പുരോഗമനം വേണം. ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി മാത്രം പോരാ. പ്രത്യേകിച്ച് ഇന്നത്തെ കലികാലത്തിൽ ഭൗതികമായിട്ടുള്ള പുരോഗതി, ശ്രേയസ് അതൊക്കെ അത്യാവശ്യമാണ്. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പറ്റിയ ഒരു ചെറിയൊരു പാളിച്ച തന്നെ അതാണ്. ഞാൻ അടുത്തിടെ ഒരു ലേഖനം വായിച്ചപ്പോൾ കണ്ടു, 1000-2000 പേരുള്ള ആൾക്കാർ ഒരു അമ്പലത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. 100-150 വരുന്ന നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാർ അവിടെ വന്ന് ഈ 1000-2000 പേരെ ഒരു വിഷമമില്ലാതെ വെട്ടിക്കൊല്ല്. ചരിത്ര സംഭവമാണ്, ഞാൻ എഴുതിണ്ടാക്കിയതൊന്നല്ല, ചരിത്ര സംഭവമാണ്. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ ഇങ്ങനെ വെറുതെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. അവരൊന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് ഇളകിക്കഴിഞ്ഞാൽ ഈ 100-150 പേരെ ഓടിക്കാൻ ഒരു വിഷമമില്ല. അങ്ങനെ പറ്റാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് നല്ലൊരു ഐക്യബോധം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രശംസിക്കുകയല്ല, ഒരു മുഖസ്തുതി പറയല്ല. ഞാൻ ഒരു അനവധി അമ്പലങ്ങളിൽ, പ്രത്യേകിച്ച് NSSൻ്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ അനവധി അമ്പലങ്ങളിൽ ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നിയത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പുരോഗതിയാണ് അവിടെയൊക്കെ കാണുന്നത്. അത് പ്രത്യേകം പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. ബാലകൃഷ്ണ വിലാസം NSS കരയോഗം പ്രസിഡന്റ് P. പത്മകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ
ഗുരുവായൂർ ദേവസ്വം മെമ്പറും NSS താലൂക്ക് യൂണിയൻ ചെയർമാനുമായ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഇടനാട് വലവൂർ ശക്തിവിലാസം NSS കരയോഗം പ്രസിഡന്റ് രമേഷ് കുമാർ PS, SNDP മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല, വലവൂർ യോഗക്ഷേമ ഉപസെക്രട്ടറി PV ഉണ്ണികൃഷ്ണൻ പെരിയമന, VNS മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KA ചന്ദ്രൻ, AKVMS മീനച്ചിൽ താലൂക്ക് ചെയർമാൻ രാമൻകുട്ടി KR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഫ്ലൂട്ട് വയലിൻ ഫ്യൂഷനും നടന്നു. പാലാ കരൂർ ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുട്ടപ്പൻ ചേട്ടൻ എന്ന കുര്യൻ ചാണ്ടിയുടെയും ഭാര്യ സിസിലിയുടെയും ഓർമ്മകൾ ഇനി 11 സ്നേഹവീടുകളായി ഉയർന്നു നിൽക്കും. പാവപ്പെട്ട 11 കുടുംബങ്ങൾക്ക് സ്ഥലമടക്കം വാങ്ങി പുതുപുത്തൻ വീടൊരുക്കിയിരിക്കുകയാണ് ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതുകൊണ്ട് തീർന്നില്ല മാതൃകയായ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം. ട്രസ്റ്റ് വില കൊടുത്തു വാങ്ങിയ 3 ഏക്കർ വരുന്ന സ്ഥലത്ത് 11 വീടുകൾക്ക് പുറമെ ഇനി 14 കുടുംബങ്ങൾക്ക് കൂടി തലചായ്ക്കാനുള്ള വീടുകളുടെ നിർമ്മാണവും ഇതോടൊപ്പം ആരംഭിക്കുന്നു. അങ്ങനെ 25 സ്നേഹ വീടുകൾ കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിൽ ഉയരും. ആദ്യഘട്ടത്തിൽ പണിതീർത്ത 11 വീടുകളുടെ വെഞ്ചിരിപ്പും പുതുതായി നിർമ്മിക്കുന്ന 14 വീടുകളുടെ കല്ലിടൽ ചടങ്ങും 18 വൈകിട്ട് 3-ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കുമെന്ന് ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ മാത്യു അലക്സാണ്ടർ, സീലറ്റ് മാത്യു, അലിക് മാത്യു, ഫെലിക്സ് മാത്യു, ചാണ്ടിക്കുഞ്ഞ്, ബോണി തോമസ് എന്നിവർ അറിയിച്ചു. ഞങ്ങൾ ഞാവള്ളിയിൽ ആണ്ടുകുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈദ്യശാലയിൽ നിർമ്മിച്ച് നൽകുന്ന 11 വീടുകളുടെ വെഞ്ചിരിപ്പും അതോടൊപ്പം തന്നെ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ മറ്റ് 14 വീടുകളുടെ കല്ലിടൽ ചടങ്ങോടെയാണ് ഈ മാസം 18-ാം തീയതി 3 മണിക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നത്. ആ അവസരത്തിൽ തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തിൻ്റെ 3 മന്ത്രിമാർ, പ്രത്യേകിച്ച് കോട്ടയത്തെ മിനിസ്റ്ററായിട്ടുള്ള വാസവൻ സാറ്, MP രാഗേഷ് മിനിസ്റ്റർ, റോഷി അഗസ്റ്റിന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഫ്രാൻസിസ് ജോർജ് MP, UDF കൺവീനർ അടൂർ പ്രകാശ്, പാലായുടെ നമ്മുടെ രാജ്യസഭാ MP ജോസ് കെ മാണി, അതോടൊപ്പം തന്നെ പാലായുടെ MLA മാണി സി കാപ്പൻ, പനക്കലച്ചൻ, മറ്റ് ഇടവകയിലെ വികാരി അച്ഛന്മാർ, അതുപോലെ മറ്റ് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റാളുകളൊക്കെ പങ്കെടുക്കും. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.